ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളിംഗ് സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽ ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പോൾ മുമ്പ് എഞ്ചിൻ കൺസ്ട്രക്ഷൻ സെക്ഷൻസ് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോക്കേസിലുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു ഏരിയ ആണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൂളിംഗ് സിസ്റ്റം. ഓക്കെ, കൂളിംഗ് സിസ്റ്റം. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂളിംഗ്? നമുക്കറിയാലോ, ഒരു സാധനം തണുപ്പിക്കുന്നതിന് നമുക്ക് കൂളിംഗ് എന്ന് പറയാം. അപ്പൊ ഇത് ഓട്ടോമൊബൈലില് നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിൽ പ്രധാനമായിട്ടും 2 സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. ഒന്നാമതാണ് ഓട്ടോമൊബൈൽ, രണ്ടാമത്തേതാണ് ഇലക്ട്രിക്കൽ. അപ്പൊ നമുക്ക് ഓട്ടോമൊബൈലില് ബേസിക് ആയിട്ട് നമുക്ക് MMBയുടെ സിലബസിൽ വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇവിടെ കവർ ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ തീർക്കണം, ഓരോ പാർട്ടായിട്ട് നമ്മൾ തീർക്കണം. അപ്പൊ ഇത് തീർക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇതിൽ നിന്ന് കേരള PSC എക്സാമുകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതായ ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ ഒരു സെക്ഷൻ ഓൾമോസ്റ്റ് ഒരു 1 hour എങ്കിലും ഉണ്ടാകും. അപ്പോൾ അതിനെ കണക്കാക്കി വേണം എല്ലാവരും എത്താൻ. മാക്സിമം എല്ലാവരും തന്നെ ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീലിംഗ് ഉണ്ടാവും, 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്, 1 മണിക്കൂർ നമ്മൾ ഇത് കാണാനിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടാൻ തോന്നും, അല്ലെങ്കിൽ അല്ലെ, അങ്ങനെ പല പല ചിന്തകൾ നമ്മൾ വരും. നമുക്ക് ഇത് ഇടയ്ക്ക് ക്ഷമ നശിച്ച് നമ്മൾ എണീറ്റ് പോകും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വേറെ വഴികൾ നമുക്ക് ഇല്ലാത്തതിനാൽ റെക്കോർഡ് സെക്ഷൻസ് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം നോട്ട് ചെയ്യാൻ പറ്റുന്നത് നോട്ട് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് PDF ഷെയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് റീഡ് ഓൺലി ആയിട്ട് ഈ PDF ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. അപ്പോൾ അത് മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ തുടങ്ങാം അല്ലെ. ഇനി നമ്മൾ അധികം കാര്യങ്ങൾ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനില്ലല്ലോ, ബാക്കി എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ. ഓക്കെ മുഹമ്മദ്, എക്സാക്ട്ലി റൈറ്റ്. ഓക്കെ, തുടങ്ങാം തന്നെ. കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു എഞ്ചിൻ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം എഞ്ചിനിലേക്ക് നമ്മൾ പെട്രോൾ ഒഴിക്കുന്നു. ഇപ്പൊ നമ്മൾ നോർമലി പെട്രോൾ എഞ്ചിനോ വാട്ടർ ഡീസൽ എഞ്ചിനോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇത് കത്തുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹീറ്റ് എനർജി ഉണ്ടാവുന്നു, അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നു. വീണ്ടും ഹീറ്റ് എനർജി ഉണ്ടാവുന്നു, അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നു. ഇത് സപ്പോസ് ഇത് ഡിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഓൾമോസ്റ്റ് 2500-3000 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇത് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ വിൽ ബി റൂയിൻഡ് അല്ലെ. ഈ എഞ്ചിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്ത് കളയണം, എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം. ഇപ്പൊ നോർമലി ഇപ്പൊ ടോട്ടൽ ഉണ്ടാവുന്ന ഹീറ്റ് ഒരു 100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ടോട്ടൽ ഉണ്ടാകുന്ന ഹീറ്റിൽ നമ്മൾ 100% ഹീറ്റ് ഉണ്ടാവുന്നു. ഈ 100% ഹീറ്റിൽ 20 to 25 ആണ് നമ്മുടെ യൂസ്ഫുൾ വർക്കിന് കിട്ടുന്നത്. ആ യൂസ്ഫുൾ വർക്കിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രേക്ക് ഹോഴ്സ് പവർ. ഓക്കെ, എല്ലാവർക്കും അറിയാലോ അല്ലെ. യൂസ്ഫുൾ വർക്കിന് നമുക്ക് എന്ത് പറയാം, ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയാം. അതായത് ഷാഫ്റ്റിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ ആണ് ബ്രേക്ക് ഹോഴ്സ് പവർ. എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ ആണ് ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ ആണല്ലോ. ഇലക്ട്രിക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു എഞ്ചിൻ സിലിണ്ടറിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ. അതിന്റെ പുറത്തേക്ക് കിട്ടുന്ന പവർ അറിയപ്പെടുന്ന പേരാണ് ബ്രേക്ക് ഹോഴ്സ് പവർ. ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ IC എഞ്ചിന്റെ ബേസിക്സ് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഈ 2 വാല്യൂ ഒന്ന് ഓർത്തിരിക്കണം, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 20 to 25 ഫോർ BHP, 30 to 35 നീഡ് ടു റിമൂവ്. നിർബന്ധമായിട്ടും നമ്മൾ ഒരു 30 തൊട്ട് 35% റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവണം, നിർബന്ധമായി കളഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അതല്ലെങ്കിൽ എന്താവും, എഞ്ചിൻ വിൽ ബി ഓവർ ഹീറ്റ്. എഞ്ചിൻ വിൽ ബി ഓവർ ഹീറ്റ് ആൻഡ് റൂയിൻ ദ എൻറ്റയർ ഓപ്പറേഷൻസ്. ഓക്കെ ആണല്ലോ. സിമ്പിൾ ബേസിക് ആയിട്ട് കാര്യങ്ങളാണല്ലോ അല്ലെ. ഞാൻ ഒരുപാട് സ്പീഡിൽ പോവാത്തതിന്റെ കാരണം സപ്പോസ് ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടായേക്കാം. അപ്പൊ അവർക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 20 to 25%. ഓക്കെ, 20 to 25%. 20 to 25% ഹീറ്റ് എനർജി BHP ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. 30 to 35% നമുക്ക് റിമൂവ് ചെയ്യണം. ബാക്കിയൊക്കെ എന്തായി പോവും, എക്സോസ്റ്റ് വഴിയും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് പോയിക്കോളും. ഓക്കെ ആണല്ലോ, ക്ലിയർ.
ക്ലിയർ ആണല്ലോ അല്ലെ? മാക്സിമം എല്ലാവരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമാണ്. കാരണം സ്പീഡ് കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഒക്കെ വെക്കുന്നത്. റെക്കോർഡഡ് സെക്ഷൻസ് ഒഴിവാക്കി നമ്മൾ ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ ഡിഗ്രി ഓഫ് ഹീറ്റിനെ നമുക്ക് എയർ കൂൾ ചെയ്യാം അല്ലെങ്കിൽ വാട്ടർ കൂൾ ചെയ്യാം. എയർ കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഒരു റേഡിയേറ്റർ വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബൈക്ക്, സ്കൂട്ടർ ഒക്കെ വെക്കുന്നതാണ് അല്ലെ. ഈ ഈ സ്കൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ എൻജിൻ സിലിണ്ടറിന് അവിടെ ഫിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പൊ ഈ ഫിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം, ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ കൂളിംഗ് റേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്താണ്, സർഫേസ് ഏരിയനെയാണ്. അപ്പൊ അവിടെയുള്ള സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് കപ്പാസിറ്റി കൂട്ടുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ചായ നമ്മൾ തണുപ്പിക്കണമെങ്കിൽ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കും. എന്തുകൊണ്ടാണ്, അവിടെ നമ്മുടെ പ്രതലം അല്ലെങ്കിൽ നമ്മുടെ ഒരു സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഒരു മെത്തേഡിലാണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൂടുതൽ ഫിൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് വരിക. നെക്സ്റ്റ് ആണ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ഇതിലെ ഒരു കൂളിംഗ് മീഡിയം അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കൂളിംഗ് മീഡിയം അവിടെ കൊണ്ടുവരും. ആ മീഡിയം ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ രണ്ട് മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക, എയർ കൂളിംഗ് സിസ്റ്റം ആൻഡ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. ഇതിൽ എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സിമ്പിൾ മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാണാം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഭാഗം ഇവിടെ നിങ്ങൾക്ക് ഫിൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഫിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ കോണ്ടാക്ട് ഏരിയ, വെറുതെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ചെയ്യുന്നതിന് പകരം അവിടെ എന്ത് ചെയ്യാണ്, പല ഒരു ഷേപ്പിൽ ഫിൻ പോലെയുള്ള ആ ഷേപ്പിനെ നമ്മൾ ഫിൻസ് എന്നാണ് പറയാ. ഫിൻ ഷേപ്പില് നമ്മൾ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കാണാം, ഈ താഴോട്ട് വരുന്നതോറും ഈ ഫിൻസിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതൊരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്, PYQ ഏരിയ ആണ്. പ്രത്യേകിച്ച് IT ലെവൽ എക്സാമിനേഷൻസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ ഒരു ചെറിയ പോർഷൻ പോലും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മുകളിലെ ഭാഗത്തില് വലിയ ഫിൻസും താഴെ ഭാഗത്ത് കുറച്ച് ചെറിയ ഫിൻസും കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. താഴേക്ക് ഹീറ്റ് കുറവാണ് അല്ലെ. ഇവിടെ കാണാം, ഈ ഒരു ഏരിയയിലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, കമ്പഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ക്രൗൺ ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ നമ്മൾ പറയുന്നതാണ് ക്രൗൺ ഏരിയ. അപ്പൊ ബേസിക് കൺസ്ട്രക്ഷൻ പാർട്ട് എല്ലാവരും ഒന്ന് കാണാം. ഇലക്ട്രിക്കലായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഈ ഒരു ഭാഗത്തിന് ക്രൗൺ ഏരിയ എന്ന് പറയാം, താഴെയുള്ള ഏരിയ സ്കേർട്ട് ഏരിയ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ക്രൗൺ ഏരിയയിലാണ് നമ്മുടെ കമ്പഷൻ ഒക്കെ നടക്കുന്നത്. അവിടെ കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെയാണ് നമ്മുടെ കമ്പഷൻ, ഇവിടെ നമ്മുടെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഉണ്ട്, അവിടെ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലോങ്ങർ ഫിൻസ് കൊടുക്കുന്നത്. ഓക്കെ, ലോങ്ങർ ഫിൻസ് കൊടുക്കുന്നതിനാണ് where the greater heat develops and improve cooling. ഓക്കെ, ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് കാണാം, ഈ എഞ്ചിന്റെ ചുറ്റുമാണ്, ഈ സിലിണ്ടറിന്റെ ചുറ്റുമാണ് നമ്മൾ നോർമലി ഫിൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ കാണാം. ഓക്കെ, സിമ്പിൾ ആണ്, ബേസിക്സ് ആണ്, കൂളിംഗിന്റെ ബേസിക് ആണ്. ഓക്കെ ആണല്ലോ. മെക്കാനിക്കലുകാര് പറഞ്ഞില്ലെങ്കിലും നിർബന്ധമായി ഇലക്ട്രിക്കലുകാര് മനസ്സിലായോ ഇല്ലയോ എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സെറ്റപ്പ് ആണ് നമ്മുടെ വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്.
വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു കൂളിംഗ് മീഡിയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് എയർ നമ്മൾ ഒരു കൂളിംഗ് മീഡിയം കൊടുക്കുകയാണ്. അപ്പൊ ഈ കൂളിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിലിണ്ടറിന് മുകളിലായിട്ടായിട്ട് കുറച്ച് ജാക്കറ്റുകളായിട്ട് ഫിക്സ് ചെയ്യും. അപ്പൊ ആ ജാക്കറ്റിലേക്ക് നമ്മൾ ഒരു വാട്ടർ പമ്പിന്റെ സഹായത്തോടു കൂടി അതിലേക്ക് കൂളിംഗ് മീഡിയം എത്തിക്കും. കൂളിംഗ് മീഡിയം എത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ സിലിണ്ടർ കമ്പഷൻ ഒക്കെ നടക്കുന്ന സമയത്തുള്ള ചൂട് ആ വെള്ളത്തിലേക്ക് പോകും. അപ്പൊ ആ വെള്ളം എന്ത് ചെയ്യും, വെള്ളം ചൂടാവും. വെള്ളം ചൂടായിട്ട് നേരെ നമ്മുടെ റേഡിയേറ്ററിലേക്ക് വരും. റേഡിയേറ്ററിൽ വെച്ചിട്ട് റേഡിയേറ്ററിൽ കുറെ ട്യൂബുകൾ കൊടുക്കുന്നുണ്ട്. ഈ റേഡിയേറ്ററിൽ കുറെ ട്യൂബുകൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനാണ്. ക്ലിയർ ആണല്ലോ? കുറെ, അതായത് നമ്മൾ ഒരു വെറുതെ ഒഴുക്കി വിടുന്നതിന് പകരം അവിടെ കുറെ കുഴലുകളിൽ കൂടെ ഇത് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ കുറെ കുഴലിൽ കൂടെ പോകുമ്പോൾ എന്താണ്, കുറെ സർഫേസ് ഏരിയയിലേക്ക് ഇത് എന്ത് ചെയ്യാണ്, സ്പ്രെഡ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേറ്റർ ട്യൂബ്സ് യൂസ് ചെയ്യുന്നത്. റേഡിയേറ്റർ ട്യൂബ്സ് നോർമലി മാനുഫാക്ചർ ചെയ്യുന്നത് ബ്രാസ് കൊണ്ടാണ്. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ഏരിയയാണ്. ബ്രാസ് ഇസ് ദ മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് റേഡിയേറ്റർ ട്യൂബ്. ഓക്കെ, റേഡിയേറ്റർ ട്യൂബ് മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ ബ്രാസ് ആണ്. ക്ലിയർ അല്ലേ? ബ്രാസ് PVIP ആണ് കേട്ടോ, ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റേഡിയേറ്റർ ട്യൂബ് മാനുഫാക്ചർ ചെയ്യുന്നത് ബ്രാസ് കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കുറെ ഭാഗങ്ങളുണ്ട്. ഒരു അപ്പർ ടാങ്ക് ഉണ്ട്, ഒരു ലോവർ ടാങ്ക് ഉണ്ട്. ഈ അപ്പർ ടാങ്ക് ലോവർ ടാങ്കിനിടയിൽ റേഡിയേറ്റർ ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ നമ്മൾ സാധനം വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് തെർമോസ്റ്റാറ്റ് വാൽവ്. ഈ ഫിഗറുകൾ ഒന്ന് ജസ്റ്റ് ഫിഗർ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വരുത്തിച്ചാൽ മതി. ഒരു എഞ്ചിൻ, ഈ എഞ്ചിന് മുകളിൽ എന്നൊരു വാട്ടർ ജാക്കറ്റിൽ നിന്ന് ഒരു പൈപ്പ് എടുത്തിട്ട് നേരെ ഏതിലേക്ക് കൊടുത്ത്, റേഡിയേറ്ററിലേക്ക് കൊടുത്തിരിക്കുന്നു. റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് റേഡിയേറ്റർ ട്യൂബ് വഴി ലോവർ ടാങ്കിലേക്ക് എത്തുന്നു. ലോവർ ടാങ്കിൽ നിന്ന് വീണ്ടും എന്തിലേക്ക് തന്നെ എത്തുകയാണ്, വാട്ടർ ജാക്കറ്റിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതൊരു എന്താണ്, ഒരു സർക്കുലേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഒരു സർക്കുലേഷൻ ആണ്. ഇവിടെ നമ്മൾ വേറെ സംഭവം കൊടുത്തിട്ടുണ്ട്, ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫാൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ നല്ല എയർ കിട്ടും. അപ്പൊ ഈ റേഡിയേറ്റർ സിമ്പിൾ ആയിട്ട് കാണാം. പഴയ ജീപ്പുകൾ കത്തിച്ചിട്ടുണ്ടോ? ജീപ്പ് ഇപ്പത്തെ ഒന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. പണ്ടത്തെ ജീപ്പുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കും. റേഡിയേറ്റർ നമുക്ക് മുമ്പിൽ തന്നെ കാണാൻ പറ്റും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ജീപ്പൊക്കെ? ഓൾമോസ്റ്റ് എല്ലാരും കണ്ടിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ആൻഡ് മെയിൻ്റെനൻസ് ലെവൽ ഈ സംഭവങ്ങൾ കിടക്കുന്നുണ്ടോ? ചിലപ്പോൾ റേഡിയേറ്റർ ഒക്കെ കിടക്കുന്നുണ്ടോ? അപ്പൊ അവിടെ നമുക്ക് കാണാം ഒരു റേഡിയേറ്ററിന്റെ ഇടയിലുള്ള ഈ ഒരു ട്യൂബ് ആയിട്ടായിരിക്കില്ല, ട്യൂബുലാർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. മീൻസ് ഷെല്ല് പോലെ ഒരു ഷേപ്പിലേക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് മനസ്സിൽ വെച്ചാൽ നമ്മൾ ഓരോ ഭാഗത്തിലേക്ക് വരും. അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ മൈൻഡിലേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പർ ടാങ്ക് ഉണ്ട്, ലോവർ ടാങ്ക് ഉണ്ട്, തെർമോസ്റ്റാറ്റ് വാൽവ് ഉണ്ട്, വാട്ടർ ജാക്കറ്റ് ഉണ്ട്, വാട്ടർ പമ്പ് ഉണ്ട്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഓരോന്നോരോ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് തന്നെ വരാറുണ്ട്. കാരണം കൂളിംഗ് എന്ന് പറയുന്ന ഏരിയ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. നമുക്ക് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം നമ്മൾ പറഞ്ഞു. റിമൂവ് ദ എക്സസ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിനിങ്. ഓക്കെ, രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് എക്സസ് ഹീറ്റിനെ റിമൂവ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഒരുപാട് താഴെ പോകാനും സമ്മതിക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ തെർമോസ്റ്റാറ്റ് ഒക്കെ വെക്കുന്ന നമുക്ക് ഫംഗ്ഷൻസ് പറഞ്ഞു വരാം. ഓക്കെ, ടെമ്പറേച്ചർ ഹൈ ആയാൽ എന്തൊക്കെ സംഭവിക്കും? ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഐഡിയക്ക് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. എന്താവും? ഓവർ ഹീറ്റ് ആവും. ഡാമേജ് സിലിണ്ടർ വാൾസ്, പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിംഗ്. ആ പിസ്റ്റണും പിസ്റ്റൺ വാൾസും ഡിറ്റോണേഷൻ, അതായത് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കും. എൻജിൻ റൂയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത് വർക്ക് ചെയ്തിട്ടുള്ള പ്രശ്നം. ഫിൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫിൻസ് എന്തിനു വേണ്ടി കൊടുക്കുന്നു? എയർ പാസ്ഡ് ഓവർ ദ സിലിണ്ടർ ഹെഡ്. ഫിൻസ് ആർ കാസ്റ്റ് ഓൺ ഹോട്ട് ഏരിയ. ഓക്കെ, കൂടുതൽ ഹോട്ട് ഏരിയയിലാണ് ഫിൻസ് കൂടുതലായിട്ട് കാസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അവിടെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരിക, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിൻസ് മുകളിൽ കൂടുതൽ ആയിട്ട് കൊടുക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വരിക. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് തെർമോസിഫോൺ സിസ്റ്റം. ഇത് ഒരു എന്താ പറയാ, ഒരുപാട് എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് തെർമോസിഫോൺ സിസ്റ്റം. തെർമോസിഫോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാട്ടർ കൂളിംഗ് മെത്തേഡാണ്. ഇതിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചല്ലോ, ഇലക്ട്രിക്കൽ എനർജി ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചല്ലോ അല്ലെ?
അല്ലെ? അവിടെ പമ്പ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് താഴെ പറയുന്നതിൽ പമ്പ് യൂസ് ചെയ്യാത്ത സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തെർമോസിഫോൺ സിസ്റ്റത്തിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രീതികളിൽ മാറി മാറി ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ഡെൻസിറ്റി ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് തെർമോസിഫോൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കുക ഡെൻസിറ്റി ഓഫ് ഹോട്ട് വാട്ടർ ലെസ് ദാൻ ദാറ്റ് കോൾഡ് വാട്ടർ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ അല്ലെ? മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറിനെ അപേക്ഷിച്ച് കോൾഡ് വാട്ടറിന് കൂടുതലായിരിക്കും. ക്ലിയർ? ക്ലിയർ? Density of hot water is less than that of cold water. Then നമ്മൾ പറയുന്ന പോയിന്റ് ആണ് thermosiphon cooling system works on the principle of circulating water by the density difference in the water. ഓക്കെ, അതായത് റേഡിയേറ്ററിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടറിന്റെ മുകളിലുള്ള വെള്ളത്തിന് ചൂടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന്റെ ഡെൻസിറ്റിയിൽ മാറ്റം വരും. ഡെൻസിറ്റിയിൽ മാറ്റം വരുന്ന സമയത്ത് ഡെൻസിറ്റി കുറഞ്ഞ സാധനം എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോയിട്ട് നേരെ എവിടേക്ക് എത്തുകയാണ്? റേഡിയേറ്ററിലേക്ക് എത്തുകയാണ്. റേഡിയേറ്ററിൽ എത്തി അത് വീണ്ടും തണുക്കുന്നു. തണുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് താഴോട്ട് വരും. ഓക്കെ, എങ്ങോട്ട് വരും? താഴോട്ട് വരും. ഇത് വീണ്ടും സിലിണ്ടറിലേക്ക് പോകും. അങ്ങനെ ഒരു സർക്കുലേഷൻ ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ബേസ്ഡ് ദ വർക്കിംഗ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് തെർമോസിഫോൺ സിസ്റ്റം. അത് അങ്ങനെ തന്നെ ആ ഡെഫിനിഷൻ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി പമ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇവിടെ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റുമോ? Thermosiphon cooling system work on the principle of circulating water by the density difference in the water. Just density difference എഴുതി വെക്കാം. തെർമോസിഫോൺ സിസ്റ്റത്തില് ജസ്റ്റ് ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം എഴുതി വെക്കാം. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതായിരിക്കും, കുഴപ്പമൊന്നുമില്ല. തീർച്ചയായും റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് KWയുടെ ഓപ്പറേറ്റർ എക്സാം എന്നാണോ അന്ന് വരെയും ലഭ്യമായിരിക്കും. അതിനിടയിൽ യാതൊരു വാലിഡിറ്റി ഇല്ല. അപ് ടു എക്സാം ആണ് നമ്മുടെ വാലിഡിറ്റി. ഓക്കെ, അപ്പൊ ഈ 2-3 പോയിന്റ്സ് നോട്ട് ചെയ്തോ. സിമ്പിൾ ആയിട്ട് വരച്ചു വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ നോട്ട്സ്, ലെക്ചർ നോട്ട്സ്. അവിടെ നിന്ന് അതേ ചോദിക്കുള്ളൂ. തെർമോസിഫോൺ സിസ്റ്റത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ ചോദിക്കുള്ളൂ. ഒന്നാമത്തേതാണ് നോ പമ്പ്, ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഡിഫറൻസ് അല്ലെങ്കിൽ കൺവെക്ഷൻ, രണ്ടും വരാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. then only നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുള്ളൂ. ഓക്കെ, കൺവെക്ഷൻ അത് ബേസിക് ആണല്ലോ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ഇമ്പോർട്ടന്റ് ആയ 3 പോയിന്റുകളാണ്? കൺവെക്ഷൻ, വാട്ടർ സർക്കുലേഷൻ കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ ഡെൻസിറ്റി, വാട്ടർ ജാക്കറ്റ് സറൗണ്ടഡ് ബൈ സറൗണ്ടഡ് സിലിണ്ടർ. വാട്ടർ ജാക്കറ്റ് സിലിണ്ടറിനെ കവർ ചെയ്യും. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, പമ്പ് സർക്കുലേഷൻ. പമ്പ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മള് ഈ പറഞ്ഞ സിസ്റ്റത്തിൽ ഇതിന്റെ ഇടയിൽ ഒരു പമ്പ് കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കും. ഇങ്ങനെ ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട പമ്പ്. അതായത് ഇതിന്റെ ബാക്കി സ്ട്രക്ചർ ഒക്കെ ഞാൻ സിമ്പിൾ ഫിഗറെ വരച്ചിട്ടുള്ളൂ. കാരണം എപ്പോഴും വലിയ വലിയ ഫിഗറുകളൊന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ തൊട്ടുമ്പോ പഠിച്ചതിൽ എന്തുണ്ടായിരുന്നില്ല? പമ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പമ്പ് യൂസ് ചെയ്യുന്നു. ഈ പമ്പ് എന്തായിരിക്കും? ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ആയിരിക്കും. ഓക്കെ, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക.
ഓക്കെ, പമ്പ് സർക്കുലേഷനിൽ വേറെ യാതൊരു ഇതുമില്ല. പക്ഷേ ഇത് ഏത് പമ്പാണ് യൂസ് ചെയ്യുക എന്ന് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. എന്തായിരിക്കും? സെൻട്രിഫ്യൂഗൽ പമ്പ് ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അവിടെ നിന്ന് വലിയ ക്വസ്റ്റ്യൻ ഏരിയ ഒന്നും വരാനൊന്നുമില്ല. ഏത് ടൈപ്പ് പമ്പ് എന്നല്ലാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരാനില്ല. നെക്സ്റ്റ് വാട്ടർ പമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നോർമലി ഇത് മൗണ്ട് ചെയ്യുക. ബോട്ടം ഓഫ് ദ ടാങ്കിൽ നിന്ന് നമ്മുടെ വാട്ടർ ജാക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വാട്ടർ പമ്പിന്റെ ഫംഗ്ഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പമ്പ് ഓപ്പറേറ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് പമ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെറുതെ ഓർത്തിരുന്നേ വാട്ടർ പമ്പ്. ഓക്കെ, കൂളന്റ് ടു മൂവ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ടാങ്ക് ഓഫ് ദ റേഡിയേറ്റർ ഇൻ ടു ദ എഞ്ചിൻ വാട്ടർ ജാക്കറ്റ്. പമ്പിന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ അല്ലെ? പമ്പിന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. അതാ ഇവിടെയാണ് പമ്പ് ഉണ്ടായിരുന്നത്. ആ ബോട്ടത്തിൽ നിന്ന് ജാക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ വളരെ സിമ്പിൾ ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ. ചെക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ ആയിട്ട് കാണാം. ഓക്കെ, ഇവിടെ എഞ്ചിൻ, ഇവിടെ വാട്ടർ ജാക്കറ്റ്സ്, ഇവിടെ നിന്ന് കണക്ഷൻ, ഇവിടെ നിന്ന് കണക്ഷൻ നേരെ എങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ റേഡിയേറ്ററിലേക്ക് വരുന്നു. റേഡിയേറ്ററിൽ ഇങ്ങനെ ഷെല്ലുകൾ പോലെ റേഡിയേറ്റർ കോറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടം ടാങ്ക്, ഇവിടെ അപ്പർ ടാങ്ക്. ഓക്കെ അല്ലേ? ഇവിടെ കണ്ടില്ലേ? ഇവിടെ ഈ കുറെ ഏരിയയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ കൂടി. അപ്പൊ ഇവിടെ ഒരു ഫാൻ വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമലി വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നോർമലി നല്ല സ്പീഡിൽ ഹൈവേയിലൊക്കെ അടിച്ചു വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് കാറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ഈ റേഡിയേറ്ററിലേക്ക് എത്തും. എന്നാൽ വണ്ടി സ്ലോ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ആ എയർ ഉണ്ടാവില്ല അല്ലെ? അവിടെ അങ്ങനെ ഉള്ള കണ്ടീഷൻസിലാണ് നമ്മുടെ ആ ഫാനിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് യൂസ് വരിക. മനസ്സിലായല്ലോ? അവിടെ ഫാൻ എന്തിനാ കൊടുക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ അവിടെ ഒരു എന്താ പറയാ, ഒരു എയർ മൂവ്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്തോളൂല്ലേ? ഓക്കെ, ഇപ്പൊ ഈ ഫാൻ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഫാൻ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. എന്ത് ഡ്രൈവാ? എന്ത് ഡ്രൈവാണ്? ഫാനിലേക്ക് എന്ത് കണക്ഷനാണ് വന്നിരിക്കുന്നത്? ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ? മറന്നു പോകരുത് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ തെറ്റിപ്പോകരുത്. ഏറ്റവും ചെറിയ കാര്യങ്ങളാണ്, തെറ്റിപ്പോകരുത്. റേഡിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2 സർക്യൂട്ട്സ് ഉണ്ട്. ഒന്ന് കൂളന്റിന് വേണ്ടിയിട്ടും ഒന്ന് എയറിന് വേണ്ടിയിട്ടും. റേഡിയേറ്റർ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്: അപ്പർ ടാങ്ക്, കോർ ആൻഡ് ലോവർ ടാങ്ക്. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ് എന്നാണ്, ഫ്രണ്ട് ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 2 ടൈപ്പ് ഉണ്ട്. ട്യൂബുലാർ ടൈപ്പ് ഉണ്ട്, ഹണികോം ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതാണ് ട്യൂബുലാർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ട്യൂബുലാർ ടൈപ്പ്, ഇതാണ് ഹണികോം ടൈപ്പ്. ഇത് നമ്മൾ നോർമലി വൈഡ്ലി യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് ട്യൂബുലാർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാൻ. ഫാനിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഡ്രിവൺ ബൈ ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മുഹമ്മദ്. ഫാനുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് PSC ചോദിക്കുമെന്ന് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. ഓക്കെ, നമ്മൾ നമ്മൾ ഇത് പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടല്ല, നമ്മളിവിടെ 40 100 മാർക്ക് വാങ്ങി പാസ്സാവാനല്ല. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വി നീഡ് ടു ആൻസർ. ഓക്കെ, വി ഷുഡ് ആൻസർ. ക്ലിയർ? അപ്പൊ ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോവുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് തിയറി പോർഷൻസ്, ഒരുപാട് കാട് കയറിയൊന്നും പഠിക്കില്ല. PSC ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ PSC പോയിന്റ് ഓഫ് വ്യൂലും കൂടെ നമ്മൾ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലെ? ഫാൻ 4 അല്ലെങ്കിൽ കൂടുതൽ ബ്ലേഡുകൾ ഉണ്ടാവും. അപ്പൊ മിനിമം നമ്പർ ഓഫ് ബ്ലേഡ്സ് എത്രയായിരിക്കും? 4 ആയിരിക്കും. മൗണ്ടഡ് ബാക്ക് ഓഫ് ദി റേഡിയേറ്റർ, അഡ്ജസ്റ്റ് ഫാൻ ബെൽറ്റ് കറക്റ്റ്ലി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ ഇവിടെ ഒരു ബെയറിംഗിന്റെ സഹായത്തോടു കൂടിയാണ് ഫാൻ കറങ്ങുക. ആ ഫാനിന്റെ ബെയറിംഗിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്രാങ്ക് ഷാഫ്റ്റ് വെച്ചിട്ടാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? 4 or more blades mounted back of the radiator, adjust fan belt correctly, otherwise too much tight will damage the bearing, driven by crank shaft. ഒരുപാട് ലൂസ് ആയാലും ഒരുപാട് ടൈറ്റ് ആയാലും എന്താണ് പ്രശ്നമാണ്. ഓക്കെ, ഫാനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ തൽക്കാലം അറിഞ്ഞാൽ മതി. ഇനിയാണ് തെർമോസ്റ്റാറ്റ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു തെർമോസ്റ്റാറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തെർമോസ്റ്റാറ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാരും കൂടുതൽ വർക്ക് ചെയ്യുന്നത് മെയിൻ്റെനൻസ് സെക്ഷനിലായിരിക്കും. മീൻസ് ഇലക്ട്രിക്കലായാലും മെക്കാനിക്കലായാലും നോർമലി മെയിൻ്റെനൻസിൽ ഒരു
സെയിം റോളാണ് എടുക്കാറ്. കാരണം ഇലക്ട്രിക്കൽ വർക്കുകാർ മെക്കാനിക്കൽ വർക്കുകളൊക്കെ ഇലക്ട്രിക്കൽ എടുക്കേണ്ടത് നോർമൽ ആസ്പെക്ടിൽ. അതുകൊണ്ട് തന്നെ തെർമോസ്റ്റാറ്റിലേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ് എനിക്ക് വിശ്വാസം, വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ജസ്റ്റ് പാസ് ഔട്ട് ആയ ആൾക്കാരെ കാണാൻ സാധ്യതയില്ല. എന്നാൽ ഓർത്തിരിക്കുക, തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എഞ്ചിനില് ഈ കൂളന്റിനെ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫൈഡ് വാല്യൂല് നിർത്തണം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ആസ്പെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനെ വാമപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോർമലി ഒരു തണുത്ത കാലാവസ്ഥയാണ് എന്ന് വിചാരിക്കാം. ഈ തണുത്ത കാലാവസ്ഥയിൽ എഞ്ചിൻ കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇതിന്റെ വർക്കിങ്ങിൽ ഒരു മിനിമം ആക്യുറസി മാത്രമേ, അല്ലെങ്കിൽ മിനിമം എഫിഷ്യൻസി മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇതിനെ വാമപ്പ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ? വാമപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇതിന്റെ ഫ്ലോ, ഈ കൂളന്റിന്റെ ഫ്ലോ നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്യും. തെർമോസ്റ്റാറ്റ് വരെ, അതായത് റേഡിയേറ്ററിലേക്ക് പോകില്ല. റേഡിയേറ്ററിലേക്ക് പോയാൽ എന്ത് ചെയ്യും, അത് പിന്നെയും തണുത്തു പോകും അല്ലെ. വീണ്ടും തണുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എഞ്ചിൻ വാമപ്പ് ആവുമോ? ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ആയപ്പോഴേക്കും നേരെ കൂളന്റ് നേരെ റേഡിയേറ്റർ വഴി കറങ്ങിക്കൊണ്ടിരുന്ന എഞ്ചിൻ വാമപ്പ് ആവുമോ? കോൾഡ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. കോൾഡ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക, സപ്പോസ് വാമപ്പ് ആവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും. ആ ടെമ്പറേച്ചർ ആയിട്ട് പറയുന്നത് എത്രയാണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി ഒന്ന് ഓർത്ത് വെച്ചേ, ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേ. 80 ഡിഗ്രി ക്ലിയർ. 80 ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നു, 50 ഡിഗ്രി ആയിട്ടുള്ളൂ. 50 ഡിഗ്രി ആയിട്ട് നമ്മൾ എഞ്ചിൻ ജാക്കറ്റിൽ എത്തി. എഞ്ചിൻ ജാക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോയിട്ട് തെർമോസ്റ്റാറ്റ് എത്തുമ്പോൾ എന്താവും, അവൻ പറയും 80 ഡിഗ്രി എത്തിയിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, നേരെ തിരിച്ചു കൊടുക്കുക. എങ്ങോട്ടേക്ക് പോകുന്നില്ല? റേഡിയേറ്ററിലേക്ക് കടത്തി വിടുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? റേഡിയേറ്ററിലേക്ക് കടത്തി വിടില്ല. അപ്പൊ നേരെ തിരിച്ചു വരും. 60 ആവും, റേഡിയേറ്ററിലേക്ക് കടത്തി വിടില്ല. 70 ആവും, റേഡിയേറ്ററിലേക്ക് കടത്തി വിടില്ല. 80 ആവും, അപ്പൊ എന്ത് ചെയ്യും, കടത്തി വിടും. അപ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, എഞ്ചിൻ വാമപ്പ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? നല്ല രസകരമായ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ പറയാം. തെർമോസ്റ്റാറ്റ്. ഓക്കെ, രജീഷ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും പ്രശ്നമില്ലല്ലോ അല്ലെ? മൊത്തത്തിൽ എല്ലാവരും നെറ്റൊക്കെ യൂസ് ചെയ്യുന്നോണ്ടായിരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആ ഭാഗം ഓക്കെ ആണോ? എന്താണ് തെർമോസ്റ്റാറ്റ് എന്ന് ക്ലിയർ ആയോ? തെർമോസ്റ്റാറ്റ് എന്താണെന്ന് മനസ്സിലായോ? വാട്ട് ഈസ് തെർമോസ്റ്റാറ്റ്? തെർമോസ്റ്റാറ്റ് ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ 80 വരെ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ കടത്തി വിടുന്നില്ല. അപ്പൊ നമുക്ക് എഞ്ചിനെ വാമപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ എഞ്ചിനെ വാമപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് അവർ എന്ത് ചെയ്യാണ് ചെയ്യുക, ടേണിംഗ് ഓഫ് ദ കൂളിംഗ് സിസ്റ്റം. കോൾഡ് കണ്ടീഷനിൽ ടേണിംഗ് ഓഫ് ദ കൂളിംഗ് സിസ്റ്റം ആണ്. 80 ഡിഗ്രിക്ക് മേലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവുന്നു, നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, റേഡിയേറ്ററിലേക്ക്. ഓക്കെ, അതായത് ഈ തെർമോസ്റ്റാറ്റിന്റെ പ്ലേസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ബിറ്റ്വീൻ എഞ്ചിൻ ആൻഡ് റേഡിയേറ്റർ. എഞ്ചിനും റേഡിയേറ്ററിനും ഇടയ്ക്കായിരിക്കും. ഒരു വാട്ടർ പൈപ്പിന്റെ ഇടയിലാണ് തെർമോസ്റ്റാറ്റ് വെക്കുക. എഞ്ചിനും റേഡിയേറ്ററിന്റെ ഇടയ്ക്കാണ് തെർമോസ്റ്റാറ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബെല്ലോ ടൈപ്പ് ആണ്, ഒന്ന് വാക്സ് പെല്ലറ്റ് ടൈപ്പ് ആണ്. ഒന്ന് വാക്സ് പെല്ലറ്റ് ടൈപ്പ് ആണ്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബെല്ലോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബെല്ലോ പോലെയാണ്. ബെല്ലോസ് ഇങ്ങനെ അടിക്കടിക്ക് നമ്മൾ ഈ പിയാനോ ഒക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പാണ് ഇതിന്റെ സ്ഥാനം. ഇതിന്റെ ഉള്ളില് ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്. വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താവുന്ന സാധനമാണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറയുന്നതാണ്? പെട്ടെന്ന് ആവിയായി മാറും അല്ലെ, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യുന്നതാണ് വോളറ്റൈൽ നാച്ചർ എന്ന് പറയുന്നത്. വോളറ്റൈൽ ഇൻ നാച്ചർ, പെട്രോളില് വോളറ്റൈൽ നാച്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ആവിയാവുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൽക്കഹോളോ അസറ്റോണോ നിറയ്ക്കുന്ന ഒരു ബെല്ലോസ് വെക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് വേപ്പർ ആവുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ആവും. ക്ലിയർ ആണല്ലോ? ഇതാണ് സംഭവം. ഒരു എക്സ്പാൻഡിങ് ബെല്ലോ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ അസറ്റോണോ അല്ലെങ്കിൽ ആൽക്കഹോളോ ആയിരിക്കും. അപ്പൊ ഈ അസറ്റോൺ എന്ത് ചെയ്യും, ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്ത് ഇതിന്റെ മുകളിലുള്ള വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന തെർമോസ്റ്റാറ്റുകളെയാണ് നമ്മൾ ബെല്ലോ ടൈപ്പ് എന്ന് പറയുന്നത്. ബെല്ലോസ്.
ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ ആകെ അറിയേണ്ട കാര്യം എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഒന്നെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കാൻ കുഴപ്പമില്ലല്ലോ അല്ലെ? ആൽക്കഹോൾ ഓർ അസറ്റോൺ, ആൽക്കഹോൾ ഓർ അസറ്റോൺ. ഓക്കെ, പുതിയതായിട്ട് വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരാം കേട്ടോ. വെറുതെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, സ്പീഡില് നമുക്ക് ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല. ലെക്ചർ നോട്ട് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാം, എന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് എന്തായാലും അത്യാവശ്യ സമയമൊക്കെ എക്സാമിന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പോവാം. ഇനി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പഠിക്കുന്ന ആൾക്കാരും ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. പ്രീവിയസ് സ്ലൈഡ്. ബെല്ലോ ടൈപ്സ്. ബെല്ലോ ഈ മൊത്തത്തിൽ ഇത് കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ ബെല്ലോ ക്ലോസ്ഡ് ആയിരിക്കും. എന്താവും, വാമപ്പ് ആയി കഴിഞ്ഞാൽ ബെല്ലോ ഓപ്പൺ, മീൻസ് വോളറ്റൈൽ ആവും, വാൽവ് ഓപ്പൺ. ഓക്കെ, ഫിഗർ നിങ്ങൾ ഇപ്പൊ വരയ്ക്കേണ്ട. ഫിഗർ നിങ്ങൾക്ക് ഇപ്പം ഒന്നതിന്റെ ഇടയ്ക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ജസ്റ്റ് പിന്നീട് ഒന്ന് നോക്കിയിട്ട് വരച്ചാൽ മതി. ഓക്കെ, റിവിഷന്റെ സമയത്തൊന്ന് വലിയ വരയ്ക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മളിത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിക്കാനല്ല. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം, ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് വാക്സ് പെല്ലറ്റ് ടൈപ്പ്. വാക്സ് പെല്ലറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെല്ലറ്റിന്റെ ഒരു പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ആ ഷേപ്പിന് നമ്മൾ പെല്ലറ്റ് എന്ന് പറയും. വാക്സ് പെല്ലറ്റ് ആണ്. അപ്പൊ ഈ വാക്സ് എന്തോ മെൽറ്റ് ആവും. ഈ മെൽറ്റ് ആവുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ള വാൽവ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽ പിസ്റ്റൺ മൂവ് ആവുന്നത്. അതിനനുസരിച്ചാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? അവിടെ ഒരു വാക്സ് ആയിരിക്കുന്നത് മാത്രം. വാക്സ് ഉരുകുന്ന സമയത്ത്, അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വാക്സ് ഉരുകുന്നു. വാക്സ് ഉരുകുന്ന സമയത്ത് എന്താ ചെയ്യും, അവിടെ എക്സ്പാൻഷൻ നടക്കും. എക്സ്പാൻഡബിൾ ആയിട്ടുള്ള വാക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെയുള്ള വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ടൈപ്പിനെയാണ് വാക്സ് പെല്ലറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സിസ്റ്റം ഏതായിരിക്കും? ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സിസ്റ്റം ഇൻ മോഡേൺ കാർസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ആൻസർ? മോഡേൺ കാർസ്. വാക്സ് പെല്ലറ്റ് ടൈപ്പ് ആണ് കേട്ടോ മോഡേൺ കാറിൽ. ഓർത്തിരുന്നോ? മോഡേൺ കാർസിലെ വാക്സ് പെല്ലറ്റ് ടൈപ്പ് ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. ഇവിടെ നിന്നും കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് എന്ന് പറയുന്നത്. നോർമലി അറിയാം, വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണ്? വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണ്? ആക്ച്വലി അത് കറക്റ്റ് ആണോ? 100 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ ശരിയാണോ? at ATM. That is important. കാരണം ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ 180 ആണെങ്കിൽ മാത്രമാണ് എന്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുള്ളൂ. ഇനി നമ്മൾ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറച്ചൊന്നും വിചാരിക്കുക. അതാണ് ഹിൽ ഏരിയയിലൊക്കെ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹിൽ ഏരിയയിൽ വെള്ളം പെട്ടെന്ന് തിളയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ക്ലിയർ ആണല്ലോ? ഹിൽ ഏരിയയിൽ, അതായത് 90s നമ്മൾ 180 താഴെ വരുന്ന ഏരിയസ് ഉണ്ട്. അപ്പൊ അവിടെ എന്തോ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും, 100 ഡിഗ്രിയിൽ താഴെ തിളയ്ക്കും. അപ്പോ നമ്മൾ പറയാണ്, ഞാനൊരു വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു ഹിൽ ഏരിയയിലേക്ക് പോകും. ഹിൽ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ താണു. അറ്റ്മോസ്ഫിയർ പ്രഷർ താഴുന്ന സമയത്ത് അവിടെ തിളനില എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ATM പ്രഷറിനനുസരിച്ച് തിളനില കുറയാണ്. അങ്ങനെ തിളനില കുറഞ്ഞ് നമ്മൾ ഈ കൂളന്റായി കൊടുത്തിരിക്കുന്ന വെള്ളം തിളച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ഇവാപറേഷൻ സംഭവിക്കില്ലേ? ഇവാപറേഷൻ സംഭവിക്കില്ലേ? അല്ലേ?
ക്ലിയർ ആണല്ലോ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസൈനിൽ പണ്ട് തന്നെ ശ്രദ്ധിച്ചതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകില്ല. കാരണം എന്താണ്, അവിടെ ഒരു റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് ഉണ്ട്. ഈ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് അവിടെ എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് തിളനില ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. അതിന്റെ കൂടെ തന്നെ രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട്, പ്രഷർ വാൽവ് ഉണ്ട്, വാക്യൂം വാൽവ് ഉണ്ട്. അത് ഒന്ന് ഓർത്തിരിക്കുക. റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിന്റെ മീൻസ് റേഡിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയുണ്ട്, പ്രഷർ വാൽവ് ഉണ്ട്, വാക്യൂം വാൽവ് ഉണ്ട്. പ്രഷർ വാൽവ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഒരുപാട് നമുക്ക് പ്രഷർ കൂട്ടാനൊന്നും പറ്റില്ല, ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഇതിനെ നിർത്തണം. അതിനുവേണ്ടി പ്രഷർ വാൽവും, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്യൂം വാൽവ് ചെയ്യുന്നത്. അതും കൂടെ ഓർത്തിരിക്കും. അപ്പൊ രണ്ട് ടൈപ്പാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. പ്രഷർ വാൽവ് ആൻഡ് വാക്യൂം വാൽവ് റിലേറ്റഡ് ടു റേഡിയേറ്റർ ആണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം, നമുക്ക് ആവശ്യം വരും. ഓക്കെ, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ക്യാപ്പില് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതെന്ന് കൂടെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതേപോലെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ആന്റിഫ്രീസ് സൊല്യൂഷൻസ്, ആന്റിഫ്രീസ് മിക്സ്ചേഴ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, 100 ഡിഗ്രിക്ക് മേലുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോ കാനഡയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവിടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്തിൽ താഴെ പോകാറുണ്ട്, മൈനസിൽ താഴെ പോകാറുണ്ട് അല്ലെ? ക്ലിയർ അല്ലേ? മൈനസിൽ താഴെ പോകാറുണ്ട്. അപ്പൊ ഈ മൈനസിലേക്ക് താഴെ പോകുമ്പോൾ 0 ഡിഗ്രിയിൽ ഇത് ഫ്രീസ് ആയി എന്ന് വിചാരിക്കാം, വെള്ളം ഫ്രീസ് ആയി പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, രാത്രി നമ്മൾ വണ്ടി കൊണ്ടിട്ടിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഇതിന്റെ ഉള്ളിലുള്ള നമ്മുടെ കൂളിംഗ് ലൈനിൽ മൊത്തം ഫ്രീസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സംഭവം ശരിയാവോ? ശരിയാവുമോ? ഇല്ല അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്തുകൊണ്ട് നോക്കണം, 0 ഡിഗ്രിയിൽ ഇത് ഫ്രീസ് ചെയ്യാൻ പാടില്ല. 0 ഡിഗ്രിയിൽ ഇത് ഫ്രീസ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന മിക്സ്ചേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ആന്റിഫ്രീസ് മിക്സ്ചേഴ്സ്. അപ്പൊ ആന്റിഫ്രീസ് മിക്സ്ചേഴ്സിന്റെ ഉദ്ദേശം പലപ്പോഴായി PSC ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മണ്ടത്തരം കാണിക്കാറുണ്ട്. കാരണം അവിടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് വരും ടു പ്രിവെന്റ് വാട്ടർ ഫ്രം ഫ്രീസിങ്. രണ്ടാമത്തെ ഓപ്ഷൻ വരും ടു ലോവർ ദ ഫ്രീസിങ് പോയിന്റ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഫ്രീസിങ് പോയിന്റിനെ ലോവർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പറ്റുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി അല്ലെങ്കിൽ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു അശ്രദ്ധ കൊണ്ട് വരുന്ന മിസ്റ്റേക്ക് ആണ് അവിടെ വരിക. അത് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഷീറ്റ് മെറ്റലൊക്കെ എഴുതിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയി നിങ്ങൾ തെറ്റിച്ചതൊക്കെ അല്ലെ? ഒരു പരിധി വരെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തെറ്റിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഫിൽട്ടർ ആയിട്ടുണ്ടാവണം. നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് അതൊക്കെ തന്നെ പോയിക്കോളും. ഇനി എഴുതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ മാറ്റങ്ങൾ വരും. പിന്നെ ABCD ഒക്കെ ശ്രദ്ധിച്ചോളാം. PSCയില് ABCD നമ്മൾ എഴുതുന്ന പോലെയല്ല, ABCD എന്നാ. സിക്ക് പകരം B ഒക്കെ കറുപ്പിക്കുന്ന കുറെ പേരുണ്ട്. ശരിയല്ലേ? ഒരു തവണയെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു മാർക്ക്, എല്ലാ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോ ലോവേഴ്സ് ദ ഫ്രീസിംഗ് പോയിന്റ് എന്നുള്ളതാണ് ആന്റിഫ്രീസ് മിക്സ്ചേഴ്സിന്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ കൊറോഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എത്തൈൽ ആൽക്കഹോൾ, ഗ്ലിസറിൻ, എത്തലിൻ ഗ്ലൈക്കോൾ, കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിവേ സോഡിയം ക്രോമേറ്റ്, അത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യാം. സോഡിയം ക്രോമേറ്റ് നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു എന്താണ് കുറച്ചും കൂടെ ഒരു കെമിക്കലി എൻറിച്ച് ആണ്, അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എനിവേ എത്തൈലിൻ ഗ്ലൈക്കോൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. 50% ഓഫ് എത്തൈലിൻ ഗ്ലൈക്കോൾ ബൈ വോളിയം ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ടു -37 ഡിഗ്രി. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്തത്. ബാക്കിയൊക്കെ വിട്ടോ, ഈ ഒരു പോയിന്റ് നോക്കിയിരിക്കും. 50% ഓഫ് എത്തൈലിൻ ഗ്ലൈക്കോൾ ബൈ വോളിയം ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ടു -37 ഡിഗ്രി. നിങ്ങൾ ഏതെങ്കിലും ഐസ്ക്രീം പ്ലാന്റോ അങ്ങനെ ഏതെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആരെങ്കിലും എനിബഡി ഐസ്ക്രീം പ്ലാന്റുകളോ മിൽമയോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ?
മിൽമയിൽ അത്ര ഉണ്ടാവില്ല. ഐസ്ക്രീം പ്ലാന്റിലൊക്കെ ഈ ചോക്കോബാർ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പൊ കുറെ മാറി, പണ്ടത്തെ ഒരു സിസ്റ്റം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ടാങ്ക്, കളർ ചെറുതായിട്ട് മാറ്റാം. ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ട്. ഇതില് ഈ ചോക്കോബാറിന്റെ ഷേപ്പില് കുറെ ഡൈസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിലേക്ക് നമ്മൾ നേരെ ഐസ്ക്രീം ഇതിലേക്ക് പോർ ചെയ്യും. ഓക്കെ, ഇത് ഡൈ ആണ്, ഇത് സ്റ്റീൽ ബോഡിയാണെന്ന് വിചാരിക്കില്ല, സ്റ്റീൽ ബോഡിയാണ്. ഇതിലേക്ക് ഐസ്ക്രീം ഫില്ല് ചെയ്യും. ഈ ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ഇങ്ങനെ വെക്കും. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വെള്ളത്തിലേക്ക് ഇതിങ്ങനെ മുക്കി പിടിക്കും. ഓക്കെ, വെള്ളത്തിലേക്ക് മുക്കി പിടിച്ചിട്ട് 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് ഇത് മാറ്റി കിട്ടുമ്പോഴേക്ക് ഇത് എന്തായിട്ടുണ്ടാവും? സോളിഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയോ? ഇത് ഈ സാധനം ഒരു ഡൈ ആണ്, ഡൈയിലേക്ക് ഇത് മിക്സ് ചെയ്യുന്നു, ഈ സംഭവം ഇതിനുള്ളിലേക്ക് ജസ്റ്റ് മുക്കുന്നു, സ്റ്റീൽ ബോഡി ഇതിലേക്ക് മുക്കുന്നു, മുക്കി കഴിഞ്ഞിട്ട് മുക്കുന്നു, ഇത് നേരെ തട്ടി ഇടുന്നു. തട്ടി ഇടുന്ന സമയത്ത് ആ 2 മിനിറ്റ് കൊണ്ട് ഇത് എന്തായിട്ടുണ്ട്? സോളിഡ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ വരുന്നത് സംശയമായിരുന്നു, ഇതെങ്ങനെയാണ് 2 മിനിറ്റ് കൊണ്ട്, ഇപ്പൊ 0 ഡിഗ്രിയിലാണ് ആ വെള്ളം പോകുന്നതെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എന്താവില്ല? 2 മിനിറ്റ് കൊണ്ട് എന്താവില്ല? ഇത് സോളിഡ് ആവോ? ആവില്ല അല്ലെ? ക്ലിയർ? അപ്പോ അന്ന് നമ്മൾ ചോദിച്ച സംശയത്തിന് മറുപടിയായിരുന്നു അതിൽ കാൽസ്യം ക്ലോറൈഡ് മിക്സ് ചെയ്യുന്നത്. കാൽസ്യം ക്ലോറൈഡ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ, കാൽസ്യം ക്ലോറൈഡ് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ കാൽസ്യം ക്ലോറൈഡ് മിക്സ് ചെയ്തിട്ട് ശരിക്കും അജിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് -40 ആ റേഞ്ചിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമല്ലേ? നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആന്റി ഫ്രീസ് മിക്സേഴ്സിന്റെ ഒരു ബേസിക് സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്, കാരണം കണ്ടതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റിയതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? കുറച്ച് പേർക്കെങ്കിലും പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആന്റി ഫ്രീസ് മിക്സേഴ്സിന്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്നും. പല സ്ഥലങ്ങളും യൂസ് ചെയ്യാം. നമ്മൾ കണ്ട, നമുക്ക് ഏറ്റവും പെട്ടെന്ന് കാണാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ചോക്കോബാർ. ഓക്കെ, ഈ നോട്ട് ചെയ്തെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വിട്ടാലോ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കൂളന്റ്. ടൈപ്പ് ഓഫ് കൂളന്റ് ആയിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന എത്തലൈൻ ഗ്ലൈക്കോൾ ആണ്. എത്തലൈൻ ഗ്ലൈക്കോളിന്റെ കളർ ഗ്രീൻ കളർ ആണ്. അപ്പൊ ഈ എത്തലൈൻ ഗ്ലൈക്കോൾ, ലോങ് ലൈഫ് എത്തലൈൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. അതിന്റെ കളർ യെല്ലോയിഷ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ എത്തലൈൻ ഗ്ലൈക്കോളിന്റെ കളർ ഗ്രീൻ ആണ്. അതായത് അത് മിക്സ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫ്രീസിംഗ് പോയിന്റ് കുറച്ചിട്ട് വേണം അതിലേക്ക് പോകാൻ. എത്തലൈൻ ഗ്ലൈക്കോൾ നമ്മളൊരു കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. മോസ്റ്റ് കോമൺലി യൂസ്ഡ് എത്തലൈൻ ഗ്ലൈക്കോൾ ആണ്. അതിന്റെ കളർ ഗ്രീൻ കളർ ആണ്. അതിന്റെ ലോങ് ലൈഫ് എഡിഷൻ വരുന്ന സമയത്ത് എത്തലൈൻ ഗ്ലൈക്കോളിന്റെ കളർ യെല്ലോ ആയിരിക്കും. ഇനി പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ ഉണ്ട്. പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ റെഡ് കളർ ആണ്. കെമിക്കലി മേക്കപ്പ് അല്ലെങ്കിൽ കെമിക്കൽ എൻറിച്ച് ആയതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അലൂമിനിയം പാർട്സ് ഒക്കെ കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ടാണ് പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യാറ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല നല്ല പോയിന്റ്സ് ആണ്, ഒന്നും വിട്ടുപോയത്. എത്തലൈൻ ഗ്ലൈക്കോൾ ഇസ് മോസ്റ്റ്ലി വൈഡ്ലി യൂസ്ഡ് ഗ്രീൻ കളർ. അത് ലോങ് ലൈഫ് എത്തലൈൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ യെല്ലോ ഇൻ കളർ. പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ വി ആർ നോട്ട് യൂസിങ് ബിക്കോസ് ഓഫ് കെമിക്കലി മേക്കപ്പ്. ഓക്കെ, ക്ലിയർ? സ്പീഡ് കൂടുന്നില്ലല്ലോ അല്ലെ? വളരെ വളരെ മെല്ലിയ പോണേ കേട്ടോ. മെക്കാനിക്കൽ സ്റ്റുഡൻസ് മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര സ്പീഡിലല്ല പോവുക, കുറച്ചുകൂടെ സ്പീഡിൽ പോവായിരുന്നു. ഓക്കെ, പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ നമ്മൾ നോട്ട് യൂസ്ഡ് ആണ്. ഓക്കെ, അധികം യൂസ് ചെയ്യാറില്ല. കാരണം നമ്മുടെ ഈ അലൂമിനിയം പാർട്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്താ കൊറോഡ് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പൊ അതിനൊരു സീക്വൻസ് ആണ് പമ്പ്, ബ്ലോക്കേഡ്, റേഡിയേറ്റർ. ആ കൂളിംഗ് സിസ്റ്റത്തിന്റെ സീക്വൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് പോവാം. അധികം സമയം കളയില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 മണിക്ക് മുമ്പ് തന്നെ പരിപാടി നിർത്താൻ പറ്റും. Okay, can we start? Okay, എല്ലാവരും ആൻസർ ചെയ്യട്ടോ. The fins at the top of the motorcycle engine cylinder are longer than those at the bottom because hot air rises. The top is the hottest part. They are in an exposed position. Extra strength is required at the top.
Okay, the top is the hottest part is the right answer. Okay, very good. ആർക്കും തന്നെ തെറ്റുകൾ വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, water circulation thermosiphon cooling system is caused by conduction currents, a belt driven water impeller, a gear driven water pump, the change in density of the water. Question 2. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ 2D എന്ന് ആൻസർ ചെയ്യോ? ഫ്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ എന്ന് മനസ്സിലാക്കി ആക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. കാരണം എന്താ പറയുക, ചാറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പഴയതാണോ ഇപ്പോഴത്തെ ആണോ ഒന്നും പിടികിട്ടാത്തൊരവസ്ഥ വരും കുറച്ചു നേരം കഴിഞ്ഞാൽ, എല്ലാവരും കൂടെ കണ്ടിന്യൂസ് ആൻസർ ചെയ്യുമ്പോൾ. ഓക്കെ, എനിവേ 2D, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3, the change in density of the water. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോവാം. The direction of the flow of water through the radiator of a thermosiphon cooling system is from top to bottom, bottom to the top, front to the back, back to the front. Water through the radiator. Water through the radiator. ശ്രദ്ധിക്കുക, question very very important. Water through the radiator. ഏതായിരിക്കും? മുകളിൽ നിന്ന് താഴോട്ടല്ലേ? മുകളിൽ നിന്ന് താഴോട്ടല്ലേ? റേഡിയേറ്ററിൽ. ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ ഈ തെർമോസിഫോൺ സിസ്റ്റം എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ചിന്തിക്കും. പക്ഷെ അവിടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരില്ല. ഇപ്പൊ തെറ്റ് വരുത്തിയാൽ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടോപ്പ് ടു ദ ബോട്ടം ആണ് ആൻസർ വരിക. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The main purpose of the fan of the liquid cooling system for an engine is to depress engine fumes, cool the external surface of the engine, pump hot air over the cooling water, given an airflow when the vehicle speed is low. The main purpose of the engine. Main purpose of the engine. Purpose of the engine അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Main purpose. Okay, most of them കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. Given an airflow when the vehicle speed is low. Next question. The principle of a radiator of an engine cooling system is to act as a reservoir for the water, cause a heat flow by convection current, spread out of the hot water over a large area, increase the air speed as it flows over the hot surface. അഞ്ചാമത്തെ ചോദ്യമാണ്. കാരണം റേഡിയേറ്ററിൽ നമ്മൾ ആ ട്യൂബ് വെക്കുന്നതിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു. റേഡിയേറ്ററിൽ എന്തിനാണ് അത്ര ഷെല്ല് കൊടുക്കുന്നത്? ഓൾമോസ്റ്റ് എല്ലാ ആൻസർ കറക്റ്റ് ആണ്. കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എന്താണ്? സ്പ്രെഡ് ഔട്ട് ദ ഹോട്ട് വാട്ടർ ഓവർ എ ലാർജ് ഏരിയ ഈസ് ദ റൈറ്റ് ആൻസർ. രജീഷ് ശ്രദ്ധിക്കട്ടോ. അവിടെ നമ്മൾ ആ ഫിൻസിന്റെ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. സോറി, ഫിൻസ് അല്ല, ആ ഒരു ഷെല്ലിന്റെ കാര്യം. അല്ലെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഹണി കോം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അതൊക്കെ പഠിക്കുന്നതിന്റെ കാര്യം എന്താണ്, എത്രത്തോളം ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മെഷീൻ ടൈപ്പ് ഒക്കെ പഠിക്കുന്നത്. മോഡേൺ എഞ്ചിൻ യൂസ് പമ്പ് ഓപ്പറേറ്റഡ് കൂളിംഗ് ഈസ് ബിക്കോസ് ദ തെർമോസിഫോൺ സിസ്റ്റം cannot be pressurized, overcools the cylinder head and valves, require a large quantity of water, does not allow the thermostat to be fitted. Requires a large quantity of water is the right answer. Very good. Next question. What is the function of a thermostat in an engine cooling system? It prevents the coolant from boiling. It allows the engine to warm up quickly. It pressurizes the system to raise the boiling point. It indicates to the driver the coolant temperature. Okay, seventh question. 7B is the right answer. Very good.
It is necessary to be very careful when removing pressure cap when the engine is cold. It is because the steel seal can be damaged of the risk of scalding. The cooling system pressure is lower than atmosphere pressure. The sudden increase in pressure can damage the radiator. ഇത് ബി ആണ്. റിസ്ക് ഓഫ് സ്കാൽഡിംഗ്, പൊള്ളലേക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി, പൊള്ളലേക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒൻപതാമത്തെ ചോദ്യം, what is the purpose of adding an antifreeze solution to the coolant? It prevents the coolant from freezing. It lowers the freezing point of the coolant. It stops the formation of ice in the radiator. It avoids seizure due to ice in the water jacket. Okay, name B. Next question. Which one of the following is the correct location of thermostat in the cooling system? Between header hose and radiator, between radiator and bottom hose, between hose and engine water jacket, between engine water jacket and header hose. പത്താമത്തെ ചോദ്യം, 10th question. തെർമോസ്റ്റാറ്റിന്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. തെർമോസ്റ്റാറ്റിന്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. പത്താം ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചാടി കയറുന്ന ആൻസർ ചെയ്യണ്ട, ഒന്ന് ശ്രദ്ധിച്ചേ. എന്തിന്റെ ഇടയിലാണ്? ഹെഡർ ഹോസ് എന്ന് പറയുന്നത് എവിടുത്തെ ഭാഗമാണ്? ഹെഡർ ഹോസ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഈ ഹെഡർ ഹോസിന്റെയും എന്തിന്റെ ഇടയിലാണ്? നമ്മുടെ വാട്ടർ ജാക്കറ്റിന്റെ ഇടയിലായിരിക്കും എന്തുണ്ടാവുക? തെർമോസ്റ്റാറ്റ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, വാട്ടർ ജാക്കറ്റിൽ നിന്ന് വെള്ളം ചൂടായി അങ്ങോട്ട് പോകുന്നു, എവിടേക്ക് കടത്തി വിടുന്നില്ല? റേഡിയേറ്ററിന്റെ അവിടേക്ക് കടത്തി വിടുന്നില്ല. അതിന് മുമ്പ് ആള് പ്രിവെന്റ് ചെയ്യും, നമ്മുടെ തെർമോസ്റ്റാറ്റ് പ്രിവെന്റ് ചെയ്യും. തെറ്റിക്കില്ലേ? കുറെ പേര് തെറ്റിച്ച് ആൻസർ ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലെ? ഇപ്പൊ തെറ്റിച്ചു, ഇപ്പൊ തെറ്റിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എക്സാമിന്റെ ആ സമയമാണെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A large spring-loaded valve is provided in the radiator cap. What is its purpose? It lowers the temperature at which the coolant boils. It prevents the coolant escaping when it boils. It reduces the risk of the rubber hoses collapsing when the pressure is low. It pressurizes the system which raises the boiling point of the coolant. ഇത് നിങ്ങൾ ഇത് എങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിൾ ലോജിക്കലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തു. എന്തായാലും അവിടെ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിന്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബോയിലിംഗ് പോയിന്റ് കൂട്ടുക എന്നുള്ളത് അല്ലെ, റൈസ് ദ ബോയിലിംഗ് പോയിന്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? 11D ആണ് ആൻസർ വരിക. എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ കൃത്യമായി പഠിച്ചില്ല, നമ്മൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ടില്ലെങ്കിൽ ഇത് ഈ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു എക്സാമിന്റെ സമയത്തുള്ള നമ്മുടെ മൂഡ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ അല്ലാണ്ട് ആൻസർ ചെയ്യുന്ന പോലെയല്ല എക്സാമിന് ആൻസർ ചെയ്യുന്നത്. അവിടെ നമുക്കിത് ഒഴിവാക്കണോ, ആൻസർ ചെയ്യണോ, അങ്ങനെ പല പല ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റണം, ഇത് തന്നെയാണ് ആൻസർ. Next, which one of the following types of thermostat is most commonly used in modern engines? Wax pellet, bimetal, bellow type, alcohol type. Okay, wax pellet type ആണ്. എല്ലാവരും തന്നെ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. Next question. Which one of the following method is used to determine the quantity of antifreeze in a cooling system? ഇതൊരു കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. Measuring the relative density with a special hydrometer, measure the temperature at which the coolant boils, measure the temperature at which the coolant freezes, measure the pressure at the coolant at temperature 80 degree. ക്വാണ്ടിറ്റി ആണ് അവിടെ ചോദിച്ചിരുന്നത്. ക്വാണ്ടിറ്റി അറിയണമെങ്കിൽ ഇവിടെ ഒരു ഒറ്റ സാധനം കണ്ടുപിടിച്ചെങ്കിൽ അറിയുള്ളൂ അല്ലെ, റിലേറ്റീവ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ടെമ്പറേച്ചറോ അല്ലെങ്കിൽ പ്രഷറോ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ എന്തായിരിക്കും ആൻസർ? എ ആയിരിക്കും ആൻസർ. ഓക്കെ, നമുക്ക് അവിടെ നമ്മുടെ ഒരു ഇതിൽ ലോജിക്കലി തന്നെ നമുക്കത് ആൻസറിലേക്ക് എത്താൻ പറ്റും. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്.
In order to ensure effective cooling of each cylinder of the engine is surrounded by radiator, water tube, water jacket, water ring. Engine is surrounded by എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Engine is surrounded by radiator ആണോ? അല്ല. Water tube ആണോ? അല്ല. ഏതാണ്? 14 C വാട്ടർ ജാക്കറ്റ് അല്ലെ? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ് വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊന്നും പ്രശ്നമൊന്നുമില്ല. തെറ്റിച്ചോ കുഴപ്പമില്ല, ഇനി തെറ്റിക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One of the components of the pump makes water circulate in the cooling system. Choose that component from the following: fan, body, impeller, pulley. One of the component of the pump makes water circulate in the cooling system. Choose that component from the following. എത്രാമത്തെ ക്വസ്റ്റ്യൻ അത്? 15. സി അല്ലേ? കാരണം നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ആൻസർ? ഇമ്പല്ലർ is the right answer. Next question. In engine cooling system, water pump pumps water to the engine block by centrifugal force, centripetal force, dynamic force, kinetic force. Okay, but another question. Centrifugal force is the right answer. If the thermostat is kept closed, the engine will. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അത് warm up slowly, overheat, fail to start ideally. Okay. Stuck closed ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്ലോസ് ആകുമ്പോൾ എന്ത് പറ്റും? ഓവർഹീറ്റ് ആവും. ഓപ്പൺ ആണെങ്കിൽ എന്ത് പറ്റും? ഓപ്പൺ ആണെങ്കിൽ എന്ത് പറ്റും? warm up slowly. Okay, very good. On leaving the engine, the coolant goes to pump inlet, header tank, collector tank, jacket. കൂളന്റ് എങ്ങോട്ട് പോകുന്നുള്ളതാണ്. കൂളന്റിന്റെ ഫ്ലോ എങ്ങോട്ടായിരിക്കും? ഹെഡർ ടാങ്കിലേക്കായിരിക്കും. ഓക്കെ. Next, the radiator core is made of. The radiator core is made of plastic, cast iron, steel, brass. Okay, D is the right answer here. Next question. A pressure cap contains a pressure valve, thermostat valve, blow-off valve, pressure and vacuum valve. It's very important. It's very important. Pressure cap contain ആണ് ചോദിച്ചിരിക്കുന്നത്. Pressure and vacuum valve is the right answer. ആരും തന്നെ തെറ്റിച്ചിട്ടില്ല. Very good. Next one. The thermostat valve starts to open at about 20 degrees Celsius, 50 degrees Celsius, 80 degrees Celsius, 90 degrees Celsius. Actually, നമ്മൾ ഈ ഒരു ബെല്ലോ ടൈപ്പ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് ഒരു 75 to 80 ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. മീൻസ് ഇത് എക്സ്പാൻഡ് തുടങ്ങും. 90 to 95 ഫുള്ളി ഓപ്പൺ ആവുമെന്നാണ് പറയാറ്, നോർമലി പറയാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പല ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്ന സമയത്ത് പലർക്കും ഡൗട്ട് വരാറും കൂടിയുണ്ട്. അപ്പൊ എനിവേ നമ്മളുടെ ഒരു PSC സ്ഥിരമായി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക. 80 ഡിഗ്രി ആണ് അവിടെ ഫൈനൽ കീ ആയി വന്നിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പോൾ വേറൊരു രീതിയിൽ അത് കാണാം. നമ്മൾ ഈ ബെല്ലോ ടൈപ്പ് ഒക്കെ പഠിക്കുന്ന സമയത്ത് 75 to 80 ഓപ്പൺ ചെയ്ത് തുടങ്ങും. ഒരു 90 to 95 ഫുള്ളി ഓപ്പൺ ആവുന്നതാണ് കാണാറ് നോർമലി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി PSC ഫൈനൽ കീ ഈസ് 80 ഡിഗ്രി. ഓക്കെ ഓക്കെ ആണല്ലോ? അതൊന്ന് മൈൻഡിൽ വെച്ചേരാം. Next one. What type of pump is used in engine cooling system? Main pump, reciprocating pump, centrifugal pump, rotary pump. 22 C is the right answer. The purpose of fan in engine cooling system is to increase the flow of coolant, draw air through the radiator, cool the engine by blowing air over it, provide drive to the water pump. Okay. Draw the air through the radiator. Correct അല്ലേ? സി വരുമോ? സി വരുമോ? ഓക്കെ ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലാണ് അത് കേട്ടോ. Next question. What is likely to happen if the thermostat valve remains closed? Overheating the engine, rough idling, slow warming up of engine,
ഡിഫിക്കൽട്ടി ഇൻ സ്റ്റാർട്ടിംഗ് ഓഫ് എഞ്ചിൻ. അതൊരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. ഓവർ ഹീറ്റിംഗ് ഓഫ് എഞ്ചിൻ. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇന്നലെ തിരിഞ്ഞായിരുന്നു മാർക്ക്. ഓക്കെ, ഓവർ ഹീറ്റിംഗ് ഓഫ് എഞ്ചിൻ ഇത് പല ഇതിലും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടന്റ്. What is likely to happen if the thermostat valve remains in the open position? What is likely to happen if the thermostat valve remains in the open position? Slow warming up of engine is the right answer here. Okay, very good. Next question. What is the purpose of the water pump bypass hole in the cooling system? It prevents air pockets in the pump housing. It prevents collapsing of radiator hoses. It allows the coolant to flow within the engine while thermostat is closed. It does not serve any purpose. ഇതൊന്ന് ആലോചിച്ചൊന്ന് ചെയ്താൽ മതി. എന്തായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബൈപ്പാസ് ഹോളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പകുതി വഴിക്ക് വന്നിട്ട് അവിടെ നമ്മൾ കടത്തി വിടുന്നില്ല. അപ്പോഴാണ് നമുക്ക് ബൈപ്പാസിന്റെ ആവശ്യം വരിക. അപ്പൊ എവിടെയാണ് നമുക്ക് കടത്തിവിടാത്ത അവസ്ഥ വരിക? allows the coolant to flow within the engine while thermostat is closed. തെർമോസ്റ്റാറ്റ് ക്ലോസ് ആണെങ്കിൽ ഈ പോയ കൂളന്റിനെ തിരിച്ചു വരേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ബൈപ്പാസ് ഹോളിന്റെ ആവശ്യം വരുന്നത്. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ അല്ലെ? Okay, next question. The boiling point of the coolant is increased in the cooling system. Which of the following makes it possible to increase the boiling point? Water jacket, vacuum valve, pressure radiator cap, radiator core. Increase the boiling point എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Increase the boiling point. Pressure radiator cap is the right answer here. There are many reasons due to which an engine may get overheated. Which one of the following is one among those many reasons? Lack of coolant, slow acceleration, high compression pressure, too high viscosity of oil. Okay, lack of coolant is the right answer here. Very good. Adhe thana thirichilla, simple question aanu. Water cooling system in an engine is of different type. Name the type of water cooling system provided with the water pump. Thermosiphon system, forced circulation system, direct cooling system, indirect cooling system. Okay, forced circulation system is the right answer. Okay, next one. Okay, നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആർക്കും തെറ്റുകളൊന്നും വരുന്നില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസിൽ കൂടെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോർമലി ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരിക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കോച്ചിങ്ങിന്റെ കൂടെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫോർട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവണം. എപ്പോഴും അതും അനിവാര്യമാണ്. ഓക്കെ, നല്ല രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ക്ലാസ് ആകുമ്പോൾ മറന്നു പോകും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം 10:05, 1 മണിക്കൂറായിരുന്നു ക്ലാസ് ഉദ്ദേശിച്ചത്. 5 മിനിറ്റ് കൂടുതൽ പോയിട്ടുണ്ട്. അത് മെല്ലെ നിർത്തിയാലോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, എഞ്ചിൻ കൺസ്ട്രക്ഷന്റെ ടോപ്പിക് ഞാൻ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റെക്കോർഡ് സെക്ഷൻസ് കണ്ടാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വരുന്നത് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലൂബ്രിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് എല്ലാവരും തന്നെ എഞ്ചിൻ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റവും എല്ലാവരും കവർ ചെയ്യാം. മെയിൽ വരും, ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. സച്ചിൻ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, എന്നാ എല്ലാം വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇലക്ട്രിക്കൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇതില്? എനിക്കറിയില്ല ഇലക്ട്രിക്കൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു പിടുത്തമില്ല. എനിബഡി ഇലക്ട്രിക്കൽ ആരെങ്കിലും ഉണ്ടോ?
ഒരാളെ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്നാ മെല്ലെ നിർത്താണ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.